സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം ഏതാണ്ട് 200 ദിവസവും കഴിഞ്ഞ് ഇപ്പൊ മുന്നോട്ട് പോവാം. ഇന്നലെ അവിടെ പ്രതിപക്ഷ നേതാവൊക്കെ പോയി ഓണക്കോടിയൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അവിടെ ചാണ്ടി ഉമ്മൻ MLA അവിടെ എത്തിയിട്ടുണ്ട്. സമരപ്പന്തലിലെത്തി അവരോടൊപ്പം ആഹാരം കഴിക്കുകയൊക്കെയാണ്. അപ്പൊ അവിടെ നിന്ന് മേഘന മുരളി, അതെ അതെ, മേഘന മുരളി നമ്മുടെ പ്രമുഖ അവിടെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഉത്രാടത്തെ ദിവസേ ഉമ്മൻചാണ്ടി ചാരിറ്റി ഓർഗനൈസേഷൻ അവിടെ സദ്യ കൊടുത്തതിന്റെ ദൃശ്യങ്ങൾ മേഘന പറയൂ. സമരപ്പന്തലിലെ ഇതൊരു കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു സമരം, ശ്രദ്ധിച്ച സമരം 200 ദിവസം കഴിഞ്ഞു. എന്താണ് ഓണ ദിവസം ആ സമരപ്പന്തലിലെ കാഴ്ചകൾ മേഘന? വിജയകുമാർ SKN, ആശമാരുടെ സമരം അത് 209-ാം ദിവസത്തിലാണ്. അത് നമ്മൾ തന്നെ ഈ തിരുവനന്തപുരത്ത് നിന്ന് പല ആഘോഷങ്ങളിലും, അത് ഓണമായാലും പൊങ്കാലയാണെങ്കിലും പല ആഘോഷ പരിപാടികളിലും ഇവിടെ എത്തുകയും ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ഇവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്നു. അത് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA അടക്കം എത്തിയാണ് ഇവരുടെ കൂടെ ഓണസദ്യ ഉണ്ണുന്നത്. അത് ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. ഈ ആശമാരടക്കം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇവിടെയുണ്ട്. അവർ ഒന്നിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ റോഡ് സൈഡിൽ തന്നെ ഈ സമരം ചെയ്യുന്ന സമരപ്പന്തലിന് മുന്നിൽ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അവർ നമ്മളോട് പറയുന്ന കാര്യവും ഇങ്ങനെ തന്നെയാണ്. കാരണം അവർ ഏത് ആഘോഷമാണെങ്കിലും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീടുകളിൽ ഉണ്ടാവേണ്ടവരാണ്. അവർ ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കേണ്ടവരാണ്. പക്ഷേ അവർക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ, ആവശ്യങ്ങൾ പരിഹരിക്കാതെ, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ പരിഹരിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA തന്നെ നമ്മളുടെ കൂടെ ചേരും. ചാണ്ടി ഉമ്മൻ MLA ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇവരുടെ കൂടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ MLA ഇവിടെ സമരപ്പന്തലിൽ എത്തിയിട്ടുള്ളത്. MLA, എങ്ങനെയാണ് ഇവരുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ 7 മാസം, നാളെ 7 മാസം ആവുകയാണ്. 7 മാസമായിട്ട് വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അവരിന്ന് ഈ ഓണത്തിന് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പിന്തുണയ്ക്കേണ്ട ആവശ്യം. കാരണം നമ്മളെല്ലാം ഒരിക്കലും വീടിന് പുറത്ത് പോയി ഓണം ഉണ്ണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ, നമുക്കെല്ലാം അങ്ങനെ. അപ്പോൾ അവർക്കും ആഗ്രഹം തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഇവിടെ ഞങ്ങൾ ഒരുക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയാണ് അടുത്ത ഓണമെങ്കിലും അവർ വീട്ടിലിരുന്ന് ഉണ്ണും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. SKN അങ്ങനെ തന്നെയാണ്. കാരണം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവിടെ നിന്ന് ഓണസദ്യ കഴിക്കേണ്ടവരല്ല. അവർ വീടുകളിൽ. നമുക്കൊരു ചെറിയ ഇടവേള പെട്ടെന്ന് പോകണം. താങ്ക് യു മേഘന മുരളി ആൻഡ് ചാണ്ടി ഉമ്മൻ.